നമസ്കാരം. രാത്രിയിൽ ലഹരി മരുന്ന് കുഴിച്ചിടാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായ രണ്ടുപേർക്ക് ദുബായ് അപ്പീൽ കോടതി കഠിന തടവ് ശിക്ഷ വിധിച്ചു. രണ്ട് പൗരന്മാർക്കാണ് ശിക്ഷ. ഒരാൾക്ക് 5 വർഷവും മറ്റൊരാൾക്ക് 12 വർഷവുമാണ് തടവ്. ഇരുവർക്കും 1 ലക്ഷം ദിർഹം വീതം പിഴയും കോടതി വിധിച്ചു. ജയിൽ മോചിതരായ ശേഷം 2 വർഷത്തേക്ക് ഇവർക്ക് പണമിടപാടുകൾക്ക് നിയന്ത്രണമുണ്ടാകും. അൽ വഹദ മേഖലയിൽ സംശയാസ്പദമായ രീതിയിൽ കുഴിയെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസ് ഇവരെ തടയുകയായിരുന്നു. ലഹരിമരുന്ന് ഉപയോഗിച്ചതിന്റെ ലക്ഷണങ്ങൾ ഇരുവരുടെയും പെരുമാറ്റത്തിൽ പ്രകടമായിരുന്നതായി പോലീസ് പറഞ്ഞു. പരിശോധനയിൽ ഒന്നാം പ്രതിയിൽ നിന്ന് 20 ഗ്രാം ഹാഷിഷും രണ്ടാം പ്രതിയിൽ നിന്ന് 100 ഗ്രാം ഹാഷിഷും കൊക്കൈനും മറ്റ് സൈക്കോട്രോപിക് ലഹരി വസ്തുക്കളും അടങ്ങിയ മിശ്രിതവും പിടിച്ചെടുത്തു. അറസ്റ്റിനെ ചെറുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു പ്രതിയെ പോലീസ് ഉടൻ കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് ഇരുവരെയും നാർക്കോട്ടിക്സ് കൺട്രോൾ വിഭാഗത്തിന് കൈമാറി. ഫോറൻസിക് പരിശോധനയിൽ ഇരുവരും ലഹരിയുടെ സ്വാധീനത്തിലായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചു. അജ്ഞാതനായ ഒരാളിൽ നിന്ന് വാട്സപ്പ് വഴിയാണ് ലഹരിമരുന്ന് ലഭിച്ചതെന്നാണ് പ്രതികളുടെ കുറ്റസമ്മതം. ബാങ്ക് വഴിയുള്ള പണമിടപാടുകൾക്ക് ശേഷം ഒളിപ്പിച്ച ലഹരിയുടെ സ്ഥലം വാട്സപ്പ് വഴി ലഭിക്കുകയായിരുന്നുവെന്നും അതെടുക്കാനാണ് തങ്ങൾ സ്ഥലത്തെത്തിയതെന്നും പ്രതികൾ സമ്മതിച്ചു. തടവ് ശിക്ഷയും പിഴയും കൂടാതെ പിടിച്ചെടുത്ത ലഹരിമരുന്നുകൾ കണ്ടുകെട്ടാനും ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ ശേഷം പ്രതികളെ നാടുകടത്താനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്.